നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്ക് തിരികൊളുത്തി വീണ്ടും സർക്കാർ. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന മന്ത്രിസഭായോഗം സ്വകാര്യ ഹോട്ടലിൽ. ഗാന്ധിജിയെ ഇവിടെ തമസ്കരിക്കുന്നവർ വിദേശത്തു പോയി പുകഴ്ത്തുന്നുവെന്ന് ടി പത്മനാഭൻ. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രസക്തി അനുദിനം വർദ്ധിക്കുന്നുവെന്നും പത്മനാഭൻ. വിവാദ പരാമർശം. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ. മുഖ്യമന്ത്രി വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന മന്ത്രിസഭായോഗം സ്വകാര്യ ഹോട്ടലിൽ. തലശ്ശേരിയിലെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിലാണ് നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള മന്ത്രിസഭായോഗം ചേർന്നത്. തലശ്ശേരിയിലും കണ്ണൂരിലും സർക്കാർ റെസ്റ്റ് ഹൗസും ആധുനിക ഓഫീസ് കെട്ടിടങ്ങളും ഉള്ളപ്പോഴാണ് സ്വകാര്യ ഹോട്ടലിൽ മന്ത്രിസഭായോഗം ചേർന്നത്. നവകേരള സദസ്സിനോടനുബന്ധിച്ചാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. തലശ്ശേരി കൊടുവള്ളിയിൽ ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഹോട്ടലിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിസഭാ യോഗം തലശ്ശേരിയിൽ ചേരുന്നുവെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ഹോട്ടലിൽ ചേർന്നത്. രാവിലെ 9 മണിയോടുകൂടി മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. തലശ്ശേരിയിൽ സർക്കാർ റെസ്റ്റ് ഹൌസും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ സർക്കാർ ഓഫീസ് സമുച്ചയങ്ങളും നിലവിലുള്ളപ്പോഴാണ് സ്വകാര്യ ഹോട്ടലിലെ മന്ത്രിസഭാ യോഗം. സാമ്പത്തിക ധൂർത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം സ്വകാര്യ ഹോട്ടലിൽ ചേർന്നതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മന്ത്രിസഭാ യോഗം സ്വകാര്യ ഹോട്ടലിൽ ചേർന്നതിനെ തുടർന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ സഹായമോ ഉദ്യോഗസ്ഥരുടെ ഉദാസീനത കാരണം യഥാസമയം ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുകയെന്ന് കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ. നവനീതം ഓഡിറ്റോറിയത്തിൽ ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്വെഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. ഓരോ ഫയലിനകത്തും ഓരോ ജീവിതമുണ്ടെന്ന് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിരുന്നു. യഥാസമയം അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആ ആപ്തവാക്യം ചുമരിൽ ഫ്രെയിം ചെയ്ത് തൂക്കാൻ കൊള്ളാമെന്നും മേയർ പറഞ്ഞു. ഇവിടെയുള്ള ആളുകൾ ജനങ്ങളാണ്. അവർക്കും ലഭിക്കേണ്ട സേവനങ്ങൾ അത് കൊടുക്കാൻ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് പാടില്ല എന്ന് നിശ്ചയിക്കുന്ന നിലയിലേക്ക് ഒരു ചെറിയ ഗൂഢാലോചന നടക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന, നിരീക്ഷിക്കുന്ന, അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ അവിടെ ഭരണസമിതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടാക്കൽ അത് ആ നിലയിലാണ് കാണേണ്ടത്. മറിച്ച് ജനങ്ങളെ മൊത്തത്തിൽ ദ്രോഹിക്കുന്ന നിലയിലേക്ക് സർക്കാർ സംവിധാനത്തിന്റെ നേരിട്ട് ഇടപെടുന്നു, ബന്ധപ്പെട്ടവരൊക്കെ ആ നിലയിലേക്ക് മാറുന്നു എന്ന് വരുന്നത് ഭൂഷണമല്ല എന്നതാണ്. ജില്ലാ പ്രസിഡന്റ് കെ വി പ്രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി സി ജഗത് പ്യാരി, സി എസ് വിനോദ് കുമാർ, എം മനോജ്, ആർ കെ മണിശങ്കർ, കെ സുരേന്ദ്രൻ, എ സി മധുസൂദനൻ, സജോ ജോസഫ്, ടി സി വി ദിനേശ് കുമാർ, എ കെ ജയചന്ദ്രൻ, സി കെ പ്രശാന്ത് കുമാർ, എം പി സുബ്രഹ്മണ്യൻ, കെ സജിത് കുമാർ, പി പി കിഷോർ കുമാർ, സി എം പ്രേമരാജൻ, എം പി പത്മനാഭൻ, പോളചന്ദ്രൻ, ടി രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചിയിൽ BPCLന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനം. കൊച്ചി നഗരത്തിലെ ജൈവമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. നവകേരള സദസ്സ് പര്യടനത്തിനിടെ തലശ്ശേരിയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കൊച്ചി കോർപ്പറേഷന്റെ കൈവശമുള്ള ബ്രഹ്മപുരത്തെ ഭൂമിയിൽ നിന്നും 10 ഏക്കർ ഭൂമി ഇതിനായി BPCLന് കൈമാറും. ഈ ഭൂമിയിലാണ് BPCL പ്രതിദിനം 150 മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുക. പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് BPCL ഉപയോഗിക്കും. ഏകദേശം 150 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ തുക പൂർണ്ണമായും BPCL ആണ് വഹിക്കുക. പ്ലാന്റ് നിർമ്മാണത്തിനാവശ്യമായ ജലം, വൈദ്യുതി എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. 15 മാസത്തിനകം പദ്ധതി പൂർത്തിയാവും. പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കർഷകർക്ക് ലഭ്യമാക്കും. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മലിനജലം സംസ്കരിച്ച് ശുദ്ധമായ ജലം മാത്രമേ പുറത്തുവിടുകയുള്ളൂ. സംസ്കരണത്തിന് ശേഷം ബാക്കിയാവുന്ന അജൈവ മാലിന്യം ക്ലീൻ കേരള കമ്പനി ഏറ്റെടുത്ത് സംസ്കരിക്കും. 7 ലക്ഷത്തിനടുത്ത് ജനസംഖ്യയും 1,61,000-ൽ അധികം വീടുകളുമുള്ള കൊച്ചി കോർപ്പറേഷനിലെ ജൈവ മാലിന്യ പ്രശ്നത്തിന് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് പരിഹാരമാവും. പ്രചോദന ധനസഹായം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 387 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് ഇവർ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ദിവസങ്ങൾക്ക് ദിനം 1-ന് 1000 രൂപ വീതം പ്രചോദന ധനസഹായവും അനുവദിക്കും. സംസ്ഥാന സഹകരണ യൂണിറ്റിലെ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ
ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണവും അനുവദിക്കും. സംസ്ഥാന സഹകരണ യൂണിയനിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ തസ്തികകൾ സൃഷ്ടിച്ച നടപടികൾക്ക് സാധൂകരണവും ഇന്ന് തലശ്ശേരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരമായി. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും CH വാരം ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണി മുതൽ വാരത്ത് CH സെൻറ്റർ ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് നടക്കുക. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ ഷുഗർ ടെസ്റ്റും നടത്തും. എൻഡോകൈനോളജിസ്റ്റ് നവ്യ മേരി കുര്യൻ, ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ തസ്ലീം കെ ആരിഫ് തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. പ്രമേഹ രോഗ ചികിത്സയിലെ നൂതന ചികിത്സാ രീതികൾ, ഇൻസുലിൻ പമ്പ് ഘടിപ്പിക്കൽ, അമിതവണ്ണം, തൈറോയിഡ് രോഗങ്ങൾ, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, സ്ത്രീകളിലെ അമിത രോമ വളർച്ച, പുരുഷന്മാരുടെ സ്തന വളർച്ച, കുട്ടികളിലെ വളർച്ചക്കുറവ്, കുട്ടികളിലെ ലൈംഗിക വളർച്ച സംബന്ധമായ പ്രശ്നങ്ങൾ, അസ്ഥികളിലെ ബലക്ഷയം, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനാൽ ട്യൂമറുകൾ, മറ്റ് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സേവനങ്ങളും ക്യാമ്പിൽ ലഭിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ ഷുഗർ ടെസ്റ്റും ഹോർമോൺ ഒഴികെയുള്ള മറ്റ് ടെസ്റ്റുകളും 30% കിഴിവിലും ലഭ്യമാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ വിവരങ്ങൾക്ക് 7558555906 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. വിവാദങ്ങൾക്ക് തിരികൊളുത്തി വീണ്ടും സർക്കാർ. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന മന്ത്രിസഭായോഗം സ്വകാര്യ ഹോട്ടലിൽ. ഗാന്ധിജിയെ ഇവിടെ തമസ്കരിക്കുന്നവർ വിദേശത്തു പോയി പുകഴ്ത്തുന്നുവെന്ന് ടി പത്മനാഭൻ. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രസക്തി അനുദിനം വർദ്ധിക്കുന്നുവെന്നും പത്മനാഭൻ. വിവാദ പരാമർശം. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ. മുഖ്യമന്ത്രി വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ്. അറിഞ്ഞോ, 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering and Events, Kannur. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ് നോൺ വെജ് വിഭവങ്ങളും ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചിക്കൂട്ടി ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744323436. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ചരിത്രം ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ വിദേശത്ത് പോയാൽ ഗാന്ധിജിയെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് എന്ന് ടി പത്മനാഭൻ. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയിൽ 10ാമത്തെ പ്രതിമയുടെ അനാച്ഛാദനം ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടെ സവർക്കറെക്കുറിച്ച് പറയാൻ കഴിയില്ല. വില കുറഞ്ഞ ഉപ്പും ഖാദിയും കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ അധ്യാപകർക്ക് താല്പര്യവും കാണില്ല. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹം ജീവിച്ചതും മരിച്ചതും ഇന്ത്യക്ക് വേണ്ടിയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അദ്ദേഹം നവഖാലിയിലെ തെരുവുകളിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നുവെന്നും ടി പത്മനാഭൻ പറഞ്ഞു. വളരെ ചുരുക്കം, ഒരുപക്ഷെ ഒരു ക്രിസ്തു അതിനപ്പുറം നമുക്ക് എണ്ണാൻ കഴിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ ലോകപ്രശസ്തരായ പലരും. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൗൺസിലർ പി വി ജയസൂര്യൻ, പ്രിൻസിപ്പൽ വി ശ്രീജ, PTA പ്രസിഡന്റ് N ശശി തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ മുഴത്തടം ഗവൺമെന്റ് UP സ്കൂളിൽ, പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, താവക്കര UP സ്കൂൾ, ആനിയിടക്ക് LP സ്കൂൾ, പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ, പുഴാതി വെൽഫെയർ LP സ്കൂൾ എന്നിവിടങ്ങളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിരുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പർ നറുക്കെടുത്തു. 12 കോടി കാസർഗോഡ് വിറ്റ ടിക്കറ്റിന്. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ച് 2 മണിയോടെയാണ് നറുക്കെടുപ്പ് നടന്നത്. 12 കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് JC 2539199 എന്ന ടിക്കറ്റിനാണ്. 300 രൂപയാണ് ടിക്കറ്റ് വില. 4 കോടിയാണ് പൂജാ ബമ്പറിന്റെ രണ്ടാം സമ്മാനം. 1 കോടി വീതം 4 പേർക്കാകും ലഭിക്കുക. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ 10 പേർക്ക്. 3 ലക്ഷം വീതം 5 പേർക്കാണ് നാലാം സമ്മാനം. 5ാം സമ്മാനം 2 ലക്ഷം രൂപ. കൂടാതെ 5000, 1000, 500, 300 രൂപയുടെ മറ്റ് നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നുണ്ട്. നവകേരള യാത്ര. കണ്ണൂരിൽ വീണ്ടും കരുതൽ തടങ്കൽ. മട്ടന്നൂരിലെ 3 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിതിൻ, KSU നേതാവ് ഹരികൃഷ്ണൻ എന്നിവരെയാണ് മട്ടന്നൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതേസമയം ഇരിട്ടിയിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാനിദ് പുന്നാട്, യൂത്ത് കോൺഗ്രസിന്റെ പേരാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ നടുവനാട്, ജിബിൻ, അർജുൻ CK, എബിൻ കേളകം, ജോബിഷ് പോൾ തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അറസ്റ്റിലായവരെ CPM പ്രവർത്തകരും പിന്തുടർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചത് മുഖ്യമന്ത്രി ന്യായീകരിച്ചതിലാണ് പരാതി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് കണ്ണൂർ സിറ്റി സ്റ്റേഷനിൽ പരാതി നൽകിയത്.
കല്യാശ്ശേരി മണ്ഡലം നവകേരള സദസ്സിന് ശേഷം മടങ്ങിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും മറ്റ് നേതാക്കളെയും പ്രാദേശിക CPM DYFI നേതാക്കളുടെ സംഘം മാരകായുധങ്ങളുമായി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത സാഹചര്യത്തിൽ പോലും വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് നായനാർ അക്കാദമിയിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ DYFI പ്രവർത്തകർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നും കേരളത്തിലുടനീളം ഇത് തുടരണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും വിജിൻ മോഹൻ പറഞ്ഞു. നമ്മുടെ പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തൊരു വിഷയമായിരുന്നു. കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ വിഷയം എന്നത് വളരെ ദാരുണമായാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. പലരും ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് DYFI പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ആത്മഹത്യ ചെയ്യാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ DYFI പ്രവർത്തകർ പോയിട്ടുള്ളത്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം തുടരും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ 100% ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അതൊട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന് വധശ്രമത്തിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് DYFIയുടെ ഗുണ്ടകളുടെ അക്രമം ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടിനെതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ കലാപാഹ്വാന കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ആർക്കും എതിർക്കാൻ കഴിയാത്ത പദ്ധതികളെ പോലും എതിർക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുത്ത കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എങ്ങനെ പുരോഗതി ഉണ്ടാക്കാം എന്നതിന് ഊന്നൽ നൽകി നാടിനെ കണ്ടുകൊണ്ടുള്ള, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. LDF സർക്കാർ അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് UDF സ്വീകരിക്കുന്നത്. എങ്ങനെ തകർക്കാമെന്നതാണ് UDF സ്വീകരിക്കുന്ന സമീപനം. ഇത് ബോധ്യമുള്ള ജനങ്ങൾ 2016 LDF സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തി ഭരണ തുടർച്ചയ്ക്ക് വിധിയെഴുതി. 2021 ശേഷം LDF സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ നാടിന്റെ പുരോഗതിക്കായല്ല UDF കാണുന്നത്. എല്ലാ നടപടികളെയും എതിർത്ത് പദ്ധതി തകിടം മറിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പദ്ധതിക്ക് എതിരായതിനാൽ ഇത് ഇപ്പോൾ പാടില്ലെന്ന നിലപാട്. എന്നാൽ എപ്പോൾ എന്നതിന് ഉത്തരമില്ല. ഇപ്പോൾ പാടില്ലെന്ന സമീപനം 2016 സ്വീകരിച്ചിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പ്രൊജക്ട് എന്നിവ യാഥാർത്ഥ്യമാകുമായിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈ കാലയളവിൽ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, വ്യവസായം, കാർഷികം, ക്ഷീരം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നേടി. ഒന്നിനും അനുവദിക്കില്ലെന്ന കേന്ദ്ര സമീപനം നമ്മെ സാമ്പത്തികമായി ഞെരുക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായ തകർച്ചയ്ക്ക് കേരളത്തെ വിടാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അത് ജീവിച്ചേ മതിയാവൂ. ഓഖിയും നിപയും മഹാപ്രളയവും കാലവർഷക്കെടുതിയും കോവിഡും എല്ലാം നാം അതിജീവിച്ചു. ഇതും നാം അതിജീവിച്ചേ മതിയാകൂ. ജനങ്ങളുടെ ഐക്യവും നാടും നാട്ടുകാരും നൽകുന്ന പിന്തുണയാണ് സർക്കാരിന്റെ കരുത്ത്. ധൈര്യമായി മുന്നോട്ടു പോകൂ. ഞങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് നവകേരള സദസ്സിന്റെ മഹാറാലികൾ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ADM KK ദിവാകരൻ സ്വാഗതം പറഞ്ഞു. മറ്റു മന്ത്രിമാർ അഡ്വക്കേറ്റ് V ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, മുൻ മന്ത്രി EP ജയരാജൻ, മുൻ MP PK ശ്രീമതി, പന്യൻ രവീന്ദ്രൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനുഷ തുടങ്ങിയവർ സംബന്ധിച്ചു. സദസ്സിന്റെ ഭാഗമായി 15 കൗണ്ടറുകളിലൂടെ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ നോർത്ത് സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയതിന്റെ ഭാഗമായി കുറുവ UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കുറുവയിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ KN മിനി ഉദ്ഘാടനം ചെയ്തു. ജനറൽ വിഭാഗത്തിൽ 4 സ്ഥാനവും സംസ്കൃത കലോത്സവത്തിൽ 4 സ്ഥാനവും. സബ് ജില്ലാ കലോത്സവത്തിൽ LP ജനറൽ ഓവറോൾ 2ാം സ്ഥാനവും, LP അറബിക് ഓവറോൾ 2ാം സ്ഥാനവും, UP സംസ്കൃതം ഓവറോൾ 4ാം സ്ഥാനവും, UP ജനറൽ ഓവറോൾ 4ാം സ്ഥാനവും, ഉറുദുവിൽ പങ്കെടുത്ത എല്ലാ ഇനത്തിലും A ഗ്രേഡും നേടി മികച്ച വിജയം കരസ്ഥമാക്കി കുറുവ UP സ്കൂൾ. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വൈകുന്നേരം 3 മണിക്കാണ് സ്കൂൾ പരിസരത്ത് വിജയാഘോഷയാത്ര നടത്തിയത്. വാർഡ് കൗൺസിലർ KN മിനി വിജയാഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് C അരുൺ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ TK പ്രദീപൻ സ്വാഗതം പറഞ്ഞു. കുട്ടികളും അധ്യാപകരും
അധ്യാപകരും രക്ഷിതാക്കളും PTA, മദർ PTA, വികസന സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ PP സഫിയ ഉദാരമതികളുടെ കനിവ് തേടുന്നു. ഗുരുതര വൃക്ക രോഗബാധിതയായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള യുവതിക്ക് വൃക്ക മാറ്റിവെക്കാൻ 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ ഒരു സാഹചര്യത്തിലാണ് പങ്കജാക്ഷൻ ചെയർമാനായി കാനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ച് സഹായധനം സ്വീകരിച്ചു വരുന്നത്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, കണ്ണൂര് മുണ്ടേരി പഞ്ചായത്തിലെ ഖാലിദ് എന്നവരുടെ മകൾ സഫിയ 37 വയസ്സാണ്. 2 വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. ഈ കിഡ്നി മാറ്റിവെക്കുക എന്നത് മാത്രമാണ് ഇവിടെ മുമ്പിലുള്ള ഒരു നിർദ്ദേശം. ഈ ഒരു കുടുംബത്തിന് അത് ഏറ്റെടുത്ത് നടത്താൻ പ്രയാസമുണ്ട്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഇരുവങ്കൈ സറാമ്പിക്ക് സമീപം താമസിക്കുന്ന PP സഫിയക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സമൂഹം ഒന്നാകെ കൈകോർക്കണം. ഗുരുതര രോഗബാധിതയായ സഫിയുടെ വൃക്ക ഉടൻ മാറ്റിവെക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. 40 ലക്ഷത്തോളമാണ് ചികിത്സാ ചെലവ് പറയുന്നത്. ഇതിനോടകം ലക്ഷങ്ങൾ ചെലവാക്കിയ നിർധനയായ സഫിയയും കുടുംബത്തെയും സഹായിക്കാൻ ഇനി സമൂഹം ഒന്നാകെ കൈകോർക്കണം. ഇതിനായി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ ചെയർമാനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാനറ ബാങ്കിൽ ഏച്ചൂർ ശാഖയിൽ ഇതിനായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 110152090512. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5685 രൂപ, പവന് 45,480 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. അഴീക്കോട് മണ്ഡലം നവകേരള സദസ്സിൽ 2357 പരാതികൾ സ്വീകരിച്ചു. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകി 20 കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. രാവിലെ 7 മണി മുതൽ ഉച്ചവരെയാണ് പരാതി സ്വീകരിച്ചത്. സന്നദ്ധ സംഘടനകളെ തെരഞ്ഞെടുക്കുന്നു. സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന വയോ സാന്ത്വനം പദ്ധതിയിലേക്ക് സന്നദ്ധ സംഘടനകളെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ളവർ രേഖകൾ സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ഡിസംബർ 8-നകം സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങളും അപേക്ഷാ ഫോറവും www.sjd.kerala.gov.in ലഭിക്കും. ഡ്രൈവർ ഗ്രേഡ് 2 അഭിമുഖം 29-ന്. ജില്ലയിൽ NCC സൈനിക വെൽഫെയർ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 2023 ജൂൺ 9-ന് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നവംബർ 29-ന് ജില്ലാ PSC ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, ഫോൺ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. OTR പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, 1 ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റെല്ലാ അസൽ പ്രമാണങ്ങളും കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും സഹിതം ഹാജരാകണം. തേക്ക് തടികളുടെ ലേലം. വനം വകുപ്പിന്റെ കണ്ണോത്ത് ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ലേലം നവംബർ 23-ന് നടക്കും. കണ്ണൂർ റേഞ്ച് 1957, 1959, 60 തേക്കിൻ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച വിവിധ ക്ലാസ്സിൽപ്പെട്ട തേക്ക് തടികൾ വിൽപ്പനയ്ക്കുണ്ട്. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ www.tsmccommerce.com വഴി രജിസ്റ്റർ ചെയ്യണം. കണ്ണോത്ത് ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിലും രജിസ്ട്രേഷൻ നടത്താം. രജിസ്ട്രേഷൻ നടത്തുന്നതിന് പാൻ കാർഡ്, ആധാർ അഥവാ തിരിച്ചറിയൽ കാർഡ്, ഇമെയിൽ വിലാസം, ബാങ്ക് അക്കൗണ്ട് എന്നിവ സഹിതം ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ ഹാജരാക്കണം. പട്ടയ കേസുകൾ മാറ്റി. നവംബർ 22-ന് കളക്ടറേറ്റിൽ വിചാരണ നടത്താനിരുന്ന കണ്ണൂർ താലൂക്കിലെ ദേവസ്വം പട്ടയ കേസുകൾ ഡിസംബർ 27-ലേക്ക് മാറ്റിയതായി LR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ ജില്ലയിലെ ESI ആശുപത്രി ഡിസ്പെൻസറിയിലേക്ക് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഡോക്ടർമാർ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, TCMC രജിസ്ട്രേഷൻ, പരിചയ സർട്ടിഫിക്കറ്റ്, സമുദായ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കോഴിക്കോട് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഡിസംബർ 1-ന് രാവിലെ 11 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. ഫോൺ നമ്പർ 0495232239. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോമറൻ മേഖലയിൽ നിന്നും മധ്യ പടിഞ്ഞാറ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് കിഴക്കൻ കാറ്റിന്റെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നവംബർ 24 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത
സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെയുള്ള മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലർട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 23-ാം തീയതി തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 24-ന് എറണാകുളം ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദങ്ങൾക്ക് തിരികൊളുത്തി വീണ്ടും സർക്കാർ. കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന മന്ത്രിസഭായോഗം സ്വകാര്യ ഹോട്ടലിൽ. ഗാന്ധിജിയെ ഇവിടെ തമസ്കരിക്കുന്നവർ വിദേശത്തു പോയി പുകഴ്ത്തുന്നുവെന്ന് ടി പത്മനാഭൻ. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രസക്തി അനുദിനം വർദ്ധിക്കുന്നുവെന്നും പത്മനാഭൻ. വിവാദ പരാമർശം. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ. മുഖ്യമന്ത്രി വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.